10 സെപ്റ്റംബർ 2022 RBI ഒരു വലിയ ബോംബ് പൊട്ടിച്ചായിരുന്നു. ആൻഡ് ഫൈനലി ഈ ഒരു കാര്യം പുറത്തു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. RBI ഒരു അലർട്ട് ലിസ്റ്റാണ് ഇറക്കിയത്. അതിനകത്ത് കുറേയധികം ട്രേഡിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ടായി. ആൻഡ് ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ട്രേഡിംഗ് ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഇന്ത്യയിൽ ഓതറൈസ്ഡ് അല്ല എന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്നും ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അഥവാ ഫീമ 1999 പ്രകാരം ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിൽ നിന്നും നിങ്ങൾ ദൂരെ നിൽക്കുക, ഇതൊന്നും ഓതറൈസ്ഡ് അല്ല എന്നുള്ള രീതിക്കുള്ള ഒരു ലിസ്റ്റാണ് ഇറക്കിയത്. പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ ലിസ്റ്റിലുള്ള ആപ്ലിക്കേഷൻസ് അല്ലാതെ വേറെ ആപ്ലിക്കേഷൻസും ഉണ്ടാവാം എന്ന് കരുതി ഈ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ അത് ഓതറൈസ്ഡ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ലിസ്റ്റ് തുടർന്നു കൊണ്ടേയിരിക്കും. സോ എല്ലാവരും ബിവെയർ ആയിട്ടിരിക്കുക എന്നുള്ളൊരു പട്ടികയാണ് ഇറക്കിയത്. ആൻഡ് ഈ ലിസ്റ്റ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേയധികം പരിചയമുള്ള പേരുകൾ കാണും. ആൻഡ് നിങ്ങളോടൊരു ചോദ്യം, ഈ പറഞ്ഞിരിക്കുന്ന പേരുകളെല്ലാം നിങ്ങൾ എങ്ങനെയാണ് കേട്ടത്? ഇല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? യെസ്, ഇൻഫ്ലുവൻസേഴ്സ്. ഞാൻ പേഴ്സണലി ബീങ് എൻ ഇൻഫ്ലുവൻസർ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം ആൾക്കാർ ഇത് ജനറലൈസ് ചെയ്തു തുടങ്ങി. ഇന്നേ വരെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്തിട്ടില്ല, ഇനി പ്രൊമോട്ട് ചെയ്യുകയുമില്ല. പക്ഷേ ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് ആക്ച്വലി വല്ലാണ്ട് എന്നൊന്ന് ഹർട്ട് ചെയ്തു. ആ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊക്കെ തന്നെയല്ലേ 20-25,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻസ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ റിജക്റ്റ് ചെയ്തുകൂടാ? വെറുതെ എന്തിനാണ് പാവപ്പെട്ട എൻ്റെ കാശ് നിങ്ങളായിട്ട് കൊണ്ടുപോയി കളയുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റ്. എല്ലാ യൂട്യൂബേഴ്സും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും പ്രൊമോട്ട് ചെയ്യാറില്ല. കാണുന്ന വ്യൂവേഴ്സിനോട് ലേശമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ കാണുന്ന വ്യൂവേഴ്സ് കാരണമാണ് ഞങ്ങളൊക്കെ ഇത്രത്തോളം വളർന്നത് എന്നുള്ള ചിന്തയുള്ള ഒരു യൂട്യൂബറും ഇത്തരത്തിലുള്ള ഉടായ്പ ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യില്ല. ആ ചിന്തയില്ലാത്തവർ മാത്രമായിരിക്കും, റിസർച്ച് ഒന്നും ചെയ്യാത്തവർ മാത്രമായിരിക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ലിസ്റ്റ് വന്ന പോലെ തന്നെ ഇന്തോനേഷ്യയിലും ഇത്തരത്തിലൊരു ലിസ്റ്റ് വന്നായിരുന്നു. ഇന്തോനേഷ്യയിൽ 2 പ്രമുഖമായിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഡോണി സൽമാന, ഇന്ദ്ര കേസുമ. ഇവർ രണ്ടുപേരെയും ഇന്തോനേഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാണെന്നറിയോ? ഈ ആപ്ലിക്കേഷൻസ് അവർ പ്രൊമോട്ട് ചെയ്തു എന്ന് മാത്രമല്ല, ഈ ആപ്ലിക്കേഷൻസ് അവർ സ്വയം യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴി ഒരു സൈഡ് ഇൻകം കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രത്തോളം പണക്കാരായത്. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ പണക്കാരാവാൻ നിങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ എന്ന് തെറ്റായ കാര്യം പറഞ്ഞ് ആൾക്കാരെ ഈ കുഴിയിലേക്ക് വീഴ്ത്തിയതിനാണ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ പലരും കേട്ട് പരിചയമുണ്ടാവും. എന്നാൽ സത്യത്തിൽ ആ 2 ഇൻഫ്ലുവൻസേഴ്സും എങ്ങനെയാണ് ഇത്രത്തോളം റിച്ച് ആയത്? ഈ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ ട്രേഡ് ഗാംബ്ലിംഗ് ചെയ്ത് ആൾക്കാർ പണം കളയുമ്പോൾ ആ കളയുന്ന പണത്തിൻ്റെ 80% ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിന് കിട്ടിയത്. അതുവഴിയാണ് ഇവർ റിച്ച് ആയത്. 80% രൂപ ആൾക്കാർ നഷ്ടപ്പെടുത്തുന്ന പൈസയിൽ നിന്നും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം രൂപ ആൾക്കാർ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും, എത്രത്തോളം രൂപ ആൾക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. ഈ ആപ്ലിക്കേഷൻസിൻ്റെ ആക്ച്വൽ പ്രശ്നം എന്താ അറിയോ? ഇത് വളരെ ഓവർ സിംപ്ലിഫൈഡ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കും. അതായത് നിങ്ങൾ ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്താൽ മതി, അടുത്ത 60 സെക്കൻഡിലേക്ക് കാശ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മുകളിലേക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 80% കാശ് കിട്ടും. എങ്ങാനും അങ്ങനെ പ്രെഡിക്റ്റ് ആയില്ല എങ്കിൽ നിങ്ങൾ ഇട്ട കാശ് മുഴുവനും പോകും. ദിസ് ഈസ് പ്യുവർ ഗാംബ്ലിംഗ്. ഇനി ആൾക്കാരിലുള്ള കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾക്കൊരു സാധനം തരും, ഡെമോ അക്കൗണ്ട്. ആ ഡെമോ അക്കൗണ്ടിൽ കണ്ടമാനം പൈസയ്ക്ക് ഇട്ട് അവർ തരും. ആൻഡ് ഈ ഒരു ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിക്കൂ എന്ന് പറയും. നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിക്കുമ്പോൾ പ്രോഫിറ്റ് മാത്രം. അത് കണ്ട ആൾക്കാർ ഒയ്യോ ഈ കാശ് ആക്ച്വൽ കാശായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ വന്നേനെ എന്ന് വിചാരിച്ച് സ്വന്തം കാശ് ആക്ച്വൽ അക്കൗണ്ടിലിട്ട്. ആക്ച്വലി കുറേയധികം ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആക്ച്വലി റിഗ്ഡ് ആണ്, അഥവാ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. അതിൽ കാണിക്കുന്ന ട്രേഡുകളുടെ കാശൊക്കെ കൂട്ടിയിടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ലെവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് $1 കയ്യിലുള്ളൂ എങ്കിൽ ആ ഒരു $1 നിങ്ങൾക്ക് $500 ആക്കി മാറ്റി അത് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് കൂടുതൽ കാശ് സ്പെൻഡ് ചെയ്യിപ്പിക്കും. ആൻഡ് ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ദ എൻഡ് ആ ഒരു ആപ്ലിക്കേഷന് പ്രോഫിറ്റ് കിട്ടണം, നിങ്ങളെ കൊണ്ട് കാശ് കളയിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം 80% കമ്മീഷൻ കൊടുത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി അതേപോലെ ഭാഗ്യവശാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസിൽ നിന്നൊക്കെ ഒരു പ്രോഫിറ്റ് ഉണ്ടായി എങ്കിൽ നിങ്ങളത് വിഡ്രോ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലെ വളരെ നീണ്ട വിഡ്രോവൽ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഹൈ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ചാർജുകൾ വെക്കും. അത് കാണുമ്പോൾ തന്നെ ഈ കാശ് ഇപ്പം എന്തായാലും എടുക്കണ്ട, ഇത് തന്നെ വീണ്ടും എടുത്തൊന്ന് ട്രേഡ് ചെയ്ത് കുറച്ചുകൂടെ കാശായിട്ട് ആ ഒരു വിഡ്രോവൽ ഫീസൊക്കെ കഴിയുമ്പോൾ കുറച്ച് എമൗണ്ട് കയ്യിൽ കിട്ടുന്ന രീതിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് വീണ്ടും കാശിടാൻ മാനിപ്പുലേറ്റ് ചെയ്യും. ഈ ഇൻഫ്ലുവൻസേഴ്സ് പലരും പ്രൊമോട്ട് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻസ് അവർ സ്വയം ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവർക്ക് ട്രേഡിംഗ് എന്താണെന്ന് പോലും അറിയില്ല. ഈവൻ അവർ ആപ്ലിക്കേഷൻ അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അവർ നിസ്സാരമായി ചെയ്യുന്നത്
ആ ഒരു ബ്രാൻഡ് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നു. ആ സ്ക്രിപ്റ്റ് അപ്പാടെ തന്നെ വായിച്ച് അഭിനയിക്കുന്നു. ഈവൻ അവിടെ കാണിക്കുന്ന സ്ക്രീൻ റെക്കോർഡിംഗ് വരെ ബ്രാൻഡുകൾ തന്നെയാണ് അയച്ചു കൊടുക്കുന്നത്. അവർ ചെയ്യുന്ന മുഴുവൻ അഭിനയമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം എന്ന് പറയുന്ന ചാനലിലെ അമൽ ഗോപാലിൻ്റെ സെക്കൻഡ് ചാനലിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്കും അമലിനും എല്ലാവർക്കും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിൻ്റെ പ്രൊമോഷൻസിൻ്റെ ഇമെയിലുകൾ വരാറുണ്ട്. ആ ഇമെയിലിൽ സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്നും എങ്ങനെയാണ് നിങ്ങൾ അഭിനയിക്കേണ്ടതെന്നും എങ്ങനെയാണ് നിങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്ത് അയ്യോ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു അതിനകത്ത് കാശ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയ്ക്ക് ശേഷം ആ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം. എനിക്ക് മനസ്സിലാവാത്തല്ല, ഇവിടെ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ ഒരു സ്മാർട്ട് വാച്ചോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്ത് വാറണ്ടിയൊക്കെ ആയിരിക്കും. ഇതൊക്കെ ആൾക്കാർ മേടിച്ചിട്ട് അതിൽ എന്തെങ്കിലും ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ താഴെ വന്ന് പറയുന്ന വ്യൂവേഴ്സ്, ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള നിങ്ങൾ വിശ്വസിക്കുന്ന യൂട്യൂബർമാരെ ഇത്തരത്തിൽ നിങ്ങളെ പച്ചയ്ക്ക് പട്ടാപ്പകൽ പറ്റിക്കുമ്പോൾ ആ ഒരു പറ്റിപ്പിൽ വീട് നിങ്ങളുടെ സ്വന്തം പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടും നിങ്ങൾ ഇപ്പോഴും അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. നിങ്ങൾ ഈ ഇൻസെന്റീവ് സ്കീമിന്റെ വർക്കിംഗ് തന്നെ നോക്കൂ. 80% രൂപ ഇൻഫ്ലുവൻസറിന് കമ്മീഷനായിട്ട് കിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് അതിൽ നിന്നും പോകുന്ന കാശിൽ നിന്ന്. സോ ആ ഒരു ഇൻഫ്ലുവൻസറിന് മാക്സിമം കാശ് കിട്ടണമെങ്കിൽ മാക്സിമം ആൾക്കാരെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കണം. മാക്സിമം ആൾക്കാരെ ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിച്ച് അതിൽ നിന്നും മാക്സിമം കാശ് കളയുമ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസറിന് ഒട്ടനവധി പണം ലഭിക്കുന്നു. ആൻഡ് ഞാൻ ഇത്ര രൂപയ്ക്ക് ഇന്ന സാധനം വാങ്ങി, ഇത്ര രൂപയ്ക്ക് ഇന്ന സാധനം വാങ്ങി, ഇത്ര ലക്ഷത്തിൻ്റെ അത്ര ലക്ഷത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ കോണ്ടന്റ് ഇടാനായിട്ട് പറ്റും. സോ അത് ആരുടെ പൈസയാണ്? എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത്, ശരിയായിരിക്കാം എല്ലാവർക്കും ഈ ഒരു ഇൻസെന്റീവും കാര്യങ്ങളൊന്നും കിട്ടി എന്ന് വരില്ല. പക്ഷേ ഇവർ ഈ ചെയ്യുന്ന വീഡിയോസിനൊക്കെ എന്തായാലും ഒരു 5 അല്ലെങ്കിൽ 6 ഡിജിറ്റിന്റെ എമൗണ്ട് മേടിക്കും. 5-6 ഡിജിറ്റിന്റെ എമൗണ്ട് മേടിച്ചിട്ട് ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ അത് കണ്ട് വിശ്വസിക്കുന്ന നിങ്ങൾ എങ്ങനെ അതിൽ വീഴുന്നു? സാക്ഷരതയിൽ ഏറ്റവും മുന്നിലാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സ് എടുത്ത് നോക്കി എത്രയോ ആൾക്കാരാണ് ബ്രോ ഞാൻ ഇന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തു, പൈസ പോയി, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തു, ആ വീഡിയോ കണ്ട് ഇത് ഡൗൺലോഡ് ചെയ്തു, കാശ് പോയി എന്ന് പറയുന്നത്. ഓൾറെഡി മില്യൺസ് ഓഫ് ആൾക്കാർ മാനിപ്പുലേറ്റ് ആയി കഴിഞ്ഞു. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ ഇത്തരത്തിലുള്ള ബാൻ ചെയ്ത ലിസ്റ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് എന്നുള്ള പേരിൽ ചെയ്യുന്നത് ഗാംബ്ലിംഗ് ആണ് എന്നും നിങ്ങളുടെ പൈസയും സമയവും നിങ്ങൾ അവിടെ വേസ്റ്റ് ചെയ്യുവാണ്. ആ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ടുപോയിട്ട് വല്ല ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ അതിലും കൂടുതൽ റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇട്ട കാശെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ളൊരു വിശ്വാസമെങ്കിലും ഉണ്ടാവും. ആൻഡ് ഈ ആപ്ലിക്കേഷൻസിനെല്ലാം കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇവരൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റിമോട്ട് ആയിട്ടുള്ള ഐലൻഡുകളിലായിരിക്കും. അധികം നിയമങ്ങളൊന്നും സ്ട്രിക്റ്റ് ഇല്ലാത്ത ഐലൻഡുകളിലായിരിക്കും. ആൻഡ് ഈ ഐലൻഡിലുള്ള നിയമങ്ങളും ഇന്ത്യയിലുള്ള നിയമങ്ങളും രണ്ടാണ് എന്നുള്ളതുകൊണ്ട് ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ആ കമ്പനി ഞങ്ങൾ ഇനി വിഡ്രോലൊന്നും തരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ കമ്പനി പൂട്ടുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കാശ് എങ്ങനെ തിരിച്ചു കിട്ടും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ മാത്രമേ പറ്റുള്ളൂ. യാതൊരു കേസും കൊടുക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ ലോസ് അവിടെ ആപ്ലിക്കബിൾ അല്ല. സോ നിങ്ങളാണ് സേഫായിട്ടിരിക്കേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ തലയ്ക്കകത്തുള്ള ബുദ്ധി ഉപയോഗിച്ച് ഇതിലൊക്കെ പോയി ചാടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇൻഫ്ലുവൻസേഴ്സ് പല കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനം പറയും ഈ ആപ്ലിക്കേഷനിൽ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ സ്വന്തം റിസ്കിൽ സ്വന്തം കാശിട്ട് കളിക്കുക എന്ന് പറഞ്ഞ് പൊടിയും തട്ടിപ്പോവും. പോകുന്ന കാശ് നിങ്ങളുടെ ആയിരിക്കും. സോ ബിവെയർ. മാക്സിമം ആൾക്കാരിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാം.